കേരളമാണെന്ന് ഓർത്തോളൂ. TP-യെ വെട്ടിയ നാടാണേ, TP-യെ വെട്ടിയ നാടാണേ. മോദി, നരേന്ദ്രമോദി സൂക്ഷിച്ചോ, VD സതീശ സൂക്ഷിച്ചോ. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ, ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ പിണറായി വിജയന്റെ വീടല്ല, വീണ വിജയൻ താമസിക്കുന്ന വീടാണെന്ന് തിരുത്തി പറയണമെന്ന് കുറെ സഖാക്കന്മാർ കമന്റ് ഇട്ടേക്കുന്നുണ്ട്. ശരി, ആയിക്കോട്ടെ. വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നേതാക്കന്മാർ, ശിവൻകുട്ടിയുണ്ട്, പ്രശാന്ത് ഉണ്ട്, ജോയി ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, മുൻ മേയറുണ്ട്, എല്ലാവരും കൂടെ ചെന്നിരുന്ന് ആ വീടിന്റെ ഫ്രണ്ടിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത് എല്ലാവരും കേട്ട് കാണും. അതിലൊരു മുദ്രാവാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. കേട്ടു നോക്ക്. എന്താണ് മുദ്രാവാക്യം? കേരളമാണെന്ന് ഓർത്തോളൂ, TP-യെ വെട്ടിയ നാടാണേ, TP-യെ വെട്ടിയ നാടാണേ. മോദി, നരേന്ദ്രമോദി സൂക്ഷിച്ചോ, VD സതീശ സൂക്ഷിച്ചോ. TP-യെ വെട്ടിയ നാടാണ് എന്നും പറഞ്ഞ് എന്തോ അഭിമാനത്തോടെ ഇരുന്ന് പറയുവാണ്. നാണം ഉണ്ടോടാ അന്തംകമ്മികളെ, നാണം ഉണ്ടോ? അങ്ങനെ തന്നെ വിളിക്കും. മൂത്ത അന്തംകമ്മികൾ തൊട്ട് ഇളയത് വരെ വെറും ബോധമില്ലാത്ത അന്തംകമ്മികൾ, അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. എന്നെ എന്ത് ചീത്ത വിളിച്ചാലും ഇനി എന്ത് ഭീഷണിപ്പെടുത്തിയാലും നിന്നെയൊക്കെ അന്തംകമ്മികൾ എന്നേ വിളിക്കാൻ പറ്റത്തുള്ളൂ. എടാ, TP ചന്ദ്രശേഖരൻ ആരായിരുന്നു? നട്ടല് പണയം വെക്കാത്ത, തല കുനിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും ആശയം കൊണ്ട്, അയാൾ മുമ്പോട്ട് വെച്ച ആശയം കൊണ്ട് നേരിടാനുള്ള നട്ടല്ലുറപ്പും ചങ്കുറപ്പും നിനക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് മുഖംമൂടിയിട്ട് മാഷാ അള്ളാ സ്റ്റിക്കറും എഴുതി ഒട്ടിച്ച് ഇന്നോവയ്ക്കകത്ത് പോയി വെട്ടി നുറുക്കി കൊന്നത്. പറഞ്ഞ മനസ്സിലായോ? വെട്ടി നുറുക്കി കൊന്നത്. 51 വെട്ടി കൊന്നതല്ല. ഒരു വെട്ടിന് ചിലപ്പോൾ ചത്തിട്ടുണ്ടാവും. പക്ഷെ അയാളുടെ മരിച്ചു കിടക്കുന്ന TP ചന്ദ്രശേഖരന്റെ മുഖത്ത് പോലും നോക്കാനുള്ള ചങ്കുറപ്പില്ലാത്ത അന്തം കമ്മികളായതുകൊണ്ടാണ് അയാളുടെ മുഖം വെട്ടി വികൃതമാക്കിയത്. എന്നിട്ട് ഇതാ ഇപ്പൊ 10-14 വർഷത്തിന് ശേഷം വീണ്ടും ഇരുന്ന് നീയൊക്കെ മുദ്രാവാക്യത്തിലൂടെ പറയുവാണ് TP-യെ വെട്ടിയ നാടാണേ, TP-യെ വെട്ടിയ നാടാണേ. എടാ, TP ചന്ദ്രശേഖരന്റെ ആദർശത്തിന് മുമ്പിൽ നിന്റെ പിണറായി വിജയന്റെയും നിങ്ങൾ അന്തം കമ്മി കമ്മ്യൂണിസ്റ്റുകാരുടെയും ആദർശം കൊണ്ട് നേരിടാൻ കഴിവില്ലാത്ത നീയൊക്കെ അന്നേ തോറ്റതാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നതിന്റെ അന്ന് തീർന്നു ആദർശം. പിന്നെ വെട്ടിക്കൊന്ന, പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുടെ ഫണ്ടിൽ നിന്നും, അവർക്ക് വേണ്ടി പിരിച്ച ഫണ്ടിൽ നിന്നും കട്ടുമുക്കി നക്കിയവന്മാരെ, മധുസൂദനെയും എല്ലാവരെയും ന്യായീകരിച്ച് രാകേഷ് വന്നപ്പോ തോറ്റില്ലേ 2 മണ്ഡലങ്ങള്? ഏത് ആന കുത്തിയാലും മറിയാത്ത പാർട്ടിയുടെ കോട്ട കൊത്തളമായ പയ്യന്നൂര് പോയോ? എന്തുകൊണ്ട് പോയി എന്ന് ചിന്തിച്ചാൽ നിന്നെ പോലുള്ള വിവരം കെട്ട അന്തംകമ്മികളായതുകൊണ്ടാണ്. ആ TP-യെ വെട്ടിയ നാടാണ് എന്ന് ഒരു തവണ വിളിച്ചപ്പോ എണീറ്റ് നിന്ന് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിവില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ശിവൻകുട്ടിയും പ്രശാന്തും V ജോയി എന്നൊക്കെ ഉള്ള. പ്രശാന്തും V ജോയിയൊക്കെ MLA-മാരായിട്ട് ഇരുന്നിട്ടുള്ളവരാണ്. V ജോയി ഇപ്പോഴും MLA ആയിട്ട് ഇരിക്കുന്നുള്ളവരാ. നിയമം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി പങ്കെടുത്ത കേസിൽ V ജോയിയുടെ MLA സ്ഥാനം വരെ തെറിക്കേണ്ട കേസാണ്. പറഞ്ഞ മനസ്സിലായോ? ആളെ കൂട്ടി കേന്ദ്രസേനയെ ആക്രമിക്കാൻ വേണ്ടി ആളെ വിളിച്ചു കൂട്ടിയ V ജോയിയുടെ MLA സ്ഥാനം വരെ തെറിക്കേണ്ട കേസുകളാണ്. എന്നിട്ടും ബോധമില്ലാത്തവന്മാരിരുന്ന് വിളിക്കുവാണ് TP-യെ വെട്ടിയ നാടാണെന്ന്. എടാ, TP-യെ വെട്ടിക്കൊല്ലുന്നത് നീയൊക്കെ ഇപ്പോഴും അഭിമാനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ തോൽവിയാണ്. നിന്നോടൊന്നും ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നീയൊക്കെ തലകുനിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് TP ഇറങ്ങിപ്പോയി സ്വതന്ത്രമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയത്. അയാൾ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അയാൾ വേറൊരു പാർട്ടിയിലേക്ക് പോയില്ല. അയാൾക്ക് വേറെ പാർട്ടി പോയി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ TP ചന്ദ്രശേഖരൻ ഇന്നും ജീവിച്ചിരുന്നേനെ. നിന്റെയൊക്കെ മൂത്ത നേതാക്കന്മാർ, കണ്ണൂരിൽ നിന്നുള്ള പല നേതാക്കന്മാരുടെയും സ്ഥാനത്ത് TP ചന്ദ്രശേഖരൻ ഇന്നുണ്ടായനെ. അയാൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചെയ്യാഞ്ഞതുകൊണ്ടാണ് അയാൾ കൊല ചെയ്യപ്പെട്ടത്. എന്റെ മനസ്സിൽ TP ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും. എന്റെ മനസ്സിലെന്ന് മാത്രമല്ല, കമ്മ്യൂണിസം ഒരിക്കലെങ്കിലും മനസ്സിൽ കൊണ്ട് നടന്നിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ TP ചന്ദ്രശേഖരനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അയാളുടെ പേരിൽ ഇപ്പോഴും അയാളെ കൊന്നെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നുള്ള നീയൊക്കെ ലോക തോൽവികളാണ്, നീയൊക്കെ അന്തം കമ്മികളാണ്. നിന്നെ പോലുള്ളവന്മാർ കാരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലൊന്നായ, ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലൊന്നായ പ്രസ്ഥാനം ഇന്ന് ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കൂടിയത്. കേരളത്തിൽ നീ കുറച്ചു കാലം കൂടെ കാണും. നിന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നുണ്ടെങ്കിൽ, നീയൊക്കെ ന്യായീകരിക്കാൻ ഇറങ്ങിയേക്കുന്നത് ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ, ഈ നാട്ടിൽ നിനക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ളവർ ഒരു വോട്ട് പോലും നിനക്കൊന്നും തരത്തില്ല. 35 എണ്ണം നിന്നെയൊക്കെ ജയിപ്പിച്ചു വിട്ടത് ഒരു മണ്ടത്തരമായിരുന്നു എന്ന് കരുതുന്ന ആൾക്കാരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, കുറെ അന്തംകമ്മികൾ ഒഴികെ.